ഹരേ കൃഷ്ണ. കുന്നിക്കുരു വാരിയിടലിന് പിന്നിലെ കഥയറിയാമോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മുടെ കണ്ണുകളിൽ ആദ്യം മുടക്കുന്നത് കുഞ്ഞിക്കൈകൾ കൊണ്ട് കുന്നിക്കുരു വാരിയിട്ട് കളിക്കുന്ന കുരുന്നുകളെയാണ്. കുന്നിക്കുരു വാരിയിടുന്ന ഓരോ കുരുന്നുകളുടെയും മുഖത്തെ സന്തോഷം എത്ര മനോഹരമാണെന്നറിയാമോ? ഈ കുന്നിക്കുരു വാരിയിടലിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഒരമ്മൂമ്മ ഗുരുവായൂരപ്പനെ കാണാൻ പുറപ്പെട്ടു. കണ്ണന് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ? ആ പാവത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. മുറ്റത്ത് നിന്നിരുന്ന കുന്നിമരത്തിൽ നിന്നും അല്പം കുന്നിക്കുരു ശേഖരിച്ച് കണ്ണന് കൊടുക്കാൻ കൊണ്ടുപോയി. എന്നാൽ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് അമ്മൂമ്മയുടെ കയ്യിലെ കുന്നിക്കുരുവെല്ലാം പോയി. കുന്നിക്കുരുവെല്ലാം താഴെ വീണു ചിതറിയപ്പോൾ ആ അമ്മൂമ്മയ്ക്ക് സങ്കടത്തോടെ പകച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആ പാവത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. മറ്റാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവർ കൊണ്ടുവന്നത് ഞാൻ ആദ്യം എന്ന മട്ടിൽ കണ്ണന് സമർപ്പിക്കുന്നു. കൊടുത്തതിൽ കൂടുതൽ ചോദിച്ചു വാങ്ങാനുള്ള വലിയ ലിസ്റ്റുമായി തിക്കും തിരക്കും കൂട്ടുന്നു. ഈ സമയം കണ്ണൻ മെല്ലെ ശ്രീലകത്തു നിന്ന് പുറത്തിറങ്ങി. കണ്ണൻ വന്ന് താഴെ ഇരുന്നു. തൻ്റെ കുഞ്ഞി കൈകൊണ്ട് സാവധാനം ഓരോ കുന്നിക്കുരുമണികൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. ഈ രംഗം മറ്റാരും കണ്ടില്ല. എന്നാൽ ആ അമ്മൂമ്മ അത് കണ്ടു. പോരെ എൻ്റെ കണ്ണാ. ആ അമ്മൂമ്മയുടെ കണ്ണിൽ അപ്പോൾ നിറഞ്ഞത് ആനന്ദ കണ്ണുനീരാണ്. പിന്നീട് ഈ അമ്മൂമ്മ സ്ഥിരം വന്ന് കുന്നിക്കുരു പ്രസാദമായി നൽകി തുടങ്ങി. ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ കുന്നിക്കുരു വാരിയിടൽ ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം. കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം.